ഫ്രണ്ട്സ് ഇത് കണ്ടോ, ഇതൊരു JCB ടോയാണ്, പെഡലിൽ ചവിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ആ സ്റ്റിയറിംഗ് സിസ്റ്റം ഫുള്ള് കാറ് റിവേഴ്സ് എടുത്തപ്പോഴത്തേക്കും കാറ് കയറി ബ്രേക്കായി. അത് കുറേ പീസുകളായിട്ട് ബ്രേക്കായി പോയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറേ സ്ഥലത്തൊക്കെ നന്നാക്കാൻ കൊണ്ടുപോയി കാണിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് പറ്റില്ല, ഇതിന് സ്പെയറൊന്നും കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മളത് റെഡിയാക്കുകയാണ്. ഇതുപോലെ ഒരു പൈപ്പ് ലെയ്ത്ത് ചെയ്ത് അതിൻ്റെ കറക്റ്റ് ഡയമീറ്ററിൽ ഉണ്ടാക്കി എടുത്തിട്ട് ഈ പൊട്ടി പോയ ആ പീസ് നമ്മൾ മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. ഇത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ജോസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കൊണ്ടു തന്ന വണ്ടിയാണ്. 2-3 സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നടക്കാത്ത കാര്യമാണ്. എന്നാലും നമുക്ക് ആദ്യമേ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് സ്ക്രാപ്പ് വണ്ടിയാണല്ലോ, ഇതെങ്ങനെ ശരിയാക്കുമെന്നൊക്കെ ഉള്ളൊരു ചിന്തയായിരുന്നു. എന്തായാലും 2-3 ദിവസം ആലോചിച്ച് ഇങ്ങനെ ഒരു ഐഡിയ ഇട്ടിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. ആ ഫ്രെയിമൊക്കെ കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ട് ഒരു പഴയ ഒരു ക്യാൻ കിടപ്പുണ്ടായിരുന്നു, നല്ല തിക്നെസ് ഉള്ള ആ ക്യാനെല്ലാം ഉരുക്കി ഈ ഒരു ഷേപ്പിലേക്ക് ആക്കിയെടുത്തിട്ട് നമ്മളതിന് വേണ്ടിയിട്ട് മോൾഡ് ചെയ്തെടുക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ കാണിച്ച് റിപ്പയർ ചെയ്ത് അത് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും കംപ്ലൈൻറ്റ് വരും. അത് വരരുത് എന്നുള്ളൊരു കാഴ്ചപ്പാട് കൊണ്ടാണ് നമ്മളത് നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഒരുപാട് സമയവും അതിൻ്റെ എഫേർട്ടും ഒക്കെ വേണ്ടിയതായിട്ട് വരും. എങ്കിലും അത് നമ്മളുടെ സ്വന്തം ടോയ് ശരിയാക്കുന്ന പോലെ അങ്ങ് കണ്ടിട്ടാണ് നമ്മളെല്ലാ ടോയ്സും റിപ്പയർ ചെയ്യുന്നത്. വളരെ റെയറായിട്ട് വീണ്ടും കംപ്ലൈൻറ്റുകൾ വരാറുണ്ട്. ഒരിക്കലും കംപ്ലൈൻറ്റ് വരരുതെന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് പക്ഷേ നമ്മൾ എല്ലാം നന്നാക്കി കൊടുക്കുന്നത്. എന്തായാലും ഇത് ഉദ്ദേശിച്ചതിനേക്കാളും നല്ല സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ഇതിൻ്റെ മേടിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു മെറ്റീരിയലിനേക്കാളും സ്ട്രോങ് ആയിട്ടും നല്ല ഒട്ടും ഇളക്കമൊന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് ആ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ആ ഭാഗം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. വീലൊക്കെ കയറ്റി സെറ്റ് ചെയ്ത് വണ്ടി ഓടിച്ചൊക്കെ നോക്കിയപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും പുറത്തേക്കടെ ഓടിക്കുന്നുള്ളതുകൊണ്ട് ആ വീലിനും കൂടെ നമ്മൾ റബ്ബർ ഗ്രിപ്പൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ താങ്ക് യു.